UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടുന്നു. അധിക സീറ്റെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യവും കായംകുളം വേണമെന്ന JDU-വിന്റെ ആവശ്യവും കോൺഗ്രസ് തള്ളി. പരസ്യ പ്രസ്താവനകളിൽ ജോണി നെല്ലൂരിനെ കോൺഗ്രസ് നേതൃത്വം ശാസിച്ചു. നിർണായക സാഹചര്യത്തിൽ KPCC നിർവാഹക സമിതി വൈകിട്ട് ചേരും. അധിക സീറ്റുകൾ ആനുപാതികമായി വീതിക്കണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളി. പൂഞ്ഞാറും കുട്ടനാടും വെച്ചുമാറണമെന്ന ആവശ്യം മാണിയും സ്വീകരിച്ചില്ല. റാന്നി ലക്ഷ്യമിട്ട് കേരള കോൺഗ്രസ് നടത്തിയ നീക്കവും കോൺഗ്രസ് തള്ളിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. ഇപ്പോൾ പൂർത്തിയായില്ല, എന്ത് പറയാൻ നോക്കും? ഇപ്പൊ ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. അങ്കമാലി വേണമെന്ന് പരസ്യ പ്രസ്താവന നടത്തിയ ജോണി നെല്ലൂരിനെ കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി അറിയിച്ചു. അങ്കമാലി നൽകാനാവില്ലെന്ന നിലപാടും അറിയിച്ചു. ഞങ്ങൾ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ 4 സീറ്റിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച പുരോഗമിക്കുന്നു. 16-ാം തീയതി വീണ്ടും ചർച്ച ചെയ്തു. കായംകുളം വേണമെന്ന JDU-വിന്റെ ആവശ്യവും കോൺഗ്രസ് തള്ളി. ജയസാധ്യതയുള്ള സീറ്റുകൾ കൈമാറ്റം ചെയ്തു തരണമെന്ന് അക്കാര്യത്തെ സംബന്ധിച്ച് ഒരു തീരുമാനമായിട്ടില്ല. ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റുകൾ കൂടുതലും വളരെ ദുർഘടം പിടിച്ച സീറ്റുകളാണ്. RSPക്ക് 5 സീറ്റ് നൽകാമെന്ന സൂചനയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത്. രാവിലെയും വൈകുന്നേരവുമായി ഉഭയകക്ഷി ചർച്ചകൾ തുടരും. സോളാർ കമ്മീഷൻ ഇന്ന് തമ്പാനൂർ രവിയെ വിസ്തരിക്കും. സരിത കമ്മീഷനിൽ ഹാജരാകുന്നതിന്റെ തലേന്നാൾ കമ്മീഷനിൽ പറയേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് തമ്പാനൂർ രവിയും സരിതയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. ഇതുവരെ സത്യം പുറത്തു പറയാതിരുന്നത് തമ്പാനൂർ രവിയുടെ പ്രേരണ കൊണ്ടാണെന്നും സരിത മൊഴി നൽകിയിരുന്നു. തമ്പാനൂർ രവിയുടെ ഫോൺ സംഭാഷണം അടങ്ങിയ CD സരിത കമ്മീഷനിൽ ഹാജരാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് തമ്പാനൂർ രവിയിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ UDF നഗരസഭാ കൌൺസിലറുടെ പരാക്രമം. കോൺഗ്രസ് നേതാവായ KJ ബിനുവാണ് സുഹൃത്തിനെ പുറത്തിറക്കാനായി പോലീസുകാരെ ആക്രമിക്കുകയും അസഭ്യവർഷം ചൊരിയുകയും ചെയ്തത്. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് വാളക്കോട് വെച്ച് വാഹനങ്ങൾ കൂട്ടിമുട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനായി പോലീസ് 2 പേരെ സ്റ്റേഷനിലെത്തിച്ചിരുന്നു. ഇവരിൽ ഒരാളെ പുറത്തിറക്കാനായാണ് കോൺഗ്രസ് നേതാവും നെടുമങ്ങാട് നഗരസഭാ കൌൺസിലറുമായ KJ ബിനു പോലീസ് സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരെ കയ്യേറ്റം ചെയ്ത ബിനു പോലീസുകാർക്കെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞു. നെടുമങ്ങാട് DYSP V ശിവപ്രസാദ് ഈ കൗൺസിലർ ഒരു വസ്തുവിടെ അകത്തോട്ട് പോയി അവിടെ പ്രശ്നങ്ങളും വേളം ഉണ്ടാക്കുമെന്ന് തോന്നിയ സമയത്താണ് ഇദ്ദേഹത്തിനെ അവിടെ തടഞ്ഞ സമയത്താണ് പോലീസ് പാർട്ടി അവിടുത്തെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അനൂപ് എന്ന് പറയുന്ന പോലീസുകാരനെ പിടിച്ചു തള്ളുകയും നെഞ്ചത്ത് ഇടിക്കുകയും ചീത്ത പറയുകയും ചെയ്തു, അസഭ്യങ്ങൾ പറയുകയും ചെയ്തു. അതിനുശേഷം ഒരു സീനുണ്ടാക്കിയതിനു ശേഷം പുള്ളി പോയി. തുടർന്ന് ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളെ മോചിപ്പിക്കാനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘം ചേർന്നെത്തി. ബിനുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകവേ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. തുടർന്ന് മറ്റൊരു വഴിയിലൂടെയാണ് ഇയാളെ കോടതിയിലെത്തിച്ചത്. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ബിനുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള 5 സംസ്ഥാനങ്ങളിൽ പ്രൈമറികൾ പുരോഗമിക്കുന്നു. ഫ്ലോറിഡ, ഇല്ലനോയ്, മിസൂറി, നോർത്ത് കാരോലിന, ഒഹായോ സംസ്ഥാനങ്ങളിലാണ് പ്രൈമറികൾ നടക്കുന്നത്. അതേസമയം വയാമിംഗ്, വാഷിംഗ്ടൺ DC കോക്കസുകളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി നേരിട്ടു. 2ഇടത്തും ട്രംപ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നോർത്തേൺ മരിയാന അയർലൻഡിൽ ഹിലറി ക്ലിന്റൺ ജയിച്ചു. America's interest first. പീപ്പിൾ എക്സ്ക്ലൂസീവ് 2015-ലെ SI റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ ആശങ്കയിൽ. 10 മാസം കഴിഞ്ഞിട്ടും പട്ടികയിൽ നിന്നും ഒരാളെ പോലും സർക്കാർ നിയമിച്ചിട്ടില്ല. മെയ് മാസത്തിന് മുൻപേ നിയമനം നടന്നില്ലെങ്കിൽ റാങ്ക് പട്ടിക റദ്ദാക്കുകയും പുതിയ പട്ടിക നിലവിൽ വരികയും ചെയ്യും. 2015 മെയ് 26-ന് പ്രസിദ്ധീകരിച്ച SI റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ നിയമനം ലഭിക്കാതെ വലയുന്നത്. മെയിൻ ലിസ്റ്റിലെ 191 പേരടക്കം 260 പേരാണ് പട്ടികയിലുള്ളത്. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഒഴിവുകൾ ഇല്ലെന്നും നിലവിലുള്ളതിൽ 255 പേർ അധികമാണെന്നുമാണ് സർക്കാർ നിലപാട്. റാങ്ക് പട്ടിക വന്ന് 10 മാസം കഴിഞ്ഞിട്ടും അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പോലും സർക്കാർ നിയമനം നൽകിയിട്ടില്ല. അതിനിടയിൽ വാർഷിക നിയമനത്തിന്റെ ഭാഗമായി PSC പുതിയ നോട്ടിഫിക്കേഷൻ SI തസ്തികയിലേക്ക് നൽകുകയും പരീക്ഷയും കായികക്ഷമതാ പരിശോധനയും നടത്തുകയും ചെയ്തു. ഈ പുതിയ റാങ്ക് പട്ടിക മേയിൽ പ്രസിദ്ധീകരിക്കും. പുതിയ റാങ്ക് പട്ടിക നിലവിൽ വന്നാൽ 260 പേരടങ്ങുന്ന 2015-ലെ പട്ടിക റദ്ദാകും. ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥി ഷാലു പുതിയ റാങ്ക് ലിസ്റ്റിന് വേണ്ടി PSC പ്രിപ്പറേഷൻ നടത്തുകയും വാർഷിക റിക്രൂട്ട്മെന്റുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്തത്. അതിനിടയ്ക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒരാളിനെ പോലും നിയമനം കിട്ടാതെ എക്സ്പയർ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്.
2007 വിവാദമായ റാങ്ക് പട്ടികയിൽ നിന്നും അഡ്വൈസ് നൽകിയ 255 പേരാകട്ടെ ട്രെയിനിംഗ് കാത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2015 റാങ്ക് പട്ടികയിൽ നിന്നും എങ്ങനെ നിയമനം നടത്തും എന്നതാണ് ചോദ്യം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച റാങ്ക് പട്ടികയിൽ നിന്നും ഒരാൾക്ക് പോലും നിയമനം നൽകാതെ പട്ടിക റദ്ദാകുന്നതിലേക്ക് എത്തിച്ചു എന്ന് PSC യോഗവും വിലയിരുത്തി. എന്നാൽ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗമില്ലെന്നും അതുകൊണ്ട് നിലവിലെ നടപടികളുമായി PSC മുന്നോട്ടു പോകരുതെന്നുമാണ് സർക്കാർ നിലപാട്. ഇതിൽ ബലിയാടാകുന്നതാകട്ടെ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളും. എസ് ഷീജ, തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി 40 ഡിഗ്രി സെൽഷ്യസാണ് താപനില. മാർച്ച് പകുതിയോടെ താപനില 40-ലെത്തിയത് ചൂട് വർദ്ധിക്കുമെന്നതിന്റെ സൂചനയെന്നാണ് വിദഗ്ധർ പറയുന്നത്. വേനൽ കടുത്തതോടെ കുടിവെള്ള പ്രശ്നവും കൃഷി നശിക്കലും വ്യാപകമാണ്. മാർച്ച് പകുതിക്ക് മുമ്പ് ഇതാദ്യമായാണ് പാലക്കാട്ട് താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ മാറ്റമില്ലാതെ തുടരുന്നത്. വേനൽ കടുത്തതോടെ ജലാശയങ്ങൾ പലതും വറ്റിവരണ്ടു, വയലുകൾ വരണ്ടുണങ്ങി. ഡാമുകളിൽ ജലനിരപ്പ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പദ്ധതികൾ പലതും നിശ്ചലമായതോടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. കൃഷി നശിക്കുന്ന സാഹചര്യവുമുണ്ട്. വേനൽ മഴ പെയ്താലും ചൂട് കുറയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മുണ്ടൂർ IRTCയിൽ തുടർച്ചയായ 4ാം ദിവസവും താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. റിസർച്ച് കോർഡിനേറ്റർ പ്രൊഫസർ BM മുസ്തഫ: കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇങ്ങനെ മാർച്ച് മാസത്തിലെ തുടക്കത്തിൽ തുടർച്ചയായിട്ട് ഇത്ര ടെമ്പറേച്ചർ വന്നിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇനിയും ടെമ്പറേച്ചർ കൂടാനാണ് സാധ്യത. ഇടമഴ പെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ച് താഴ്ന്നേക്കാം. എന്നാൽ ഏപ്രിൽ മെയിൽ കഠിനമായ വരൾച്ചയായിരിക്കും ഉണ്ടാവാനുള്ള ഒരു സൂചനയാണ് കാണുന്നത്. കടുത്ത ചൂട് സൂര്യാഘാതത്തെക്കുറിച്ചും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സൂര്യാതപമേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പകൽ ജോലി സമയം ക്രമീകരിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ മേഖലയിലടക്കം 12 മുതൽ 3 വരെ ജോലി ചെയ്യുന്നതാണ് ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UDF സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നായി പ്രചരിപ്പിക്കുന്ന ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ 3 സെന്റ് ഭൂമിയുടെ പട്ടയം ലഭിച്ച 100 കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഇനിയും ഭൂമി അളന്നു നൽകിയിട്ടില്ല. പട്ടയത്തിൽ പറയുന്ന ഭൂമി കണ്ടെത്താനായില്ല എന്നാണ് റവന്യൂ അധികൃതരുടെ വിശദീകരണം. തല ജയിക്കാൻ കിടപ്പാടം സ്വപ്നം കണ്ട പാവങ്ങൾ വഞ്ചിക്കപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോൾ. ഉമ്മൻചാണ്ടി സർക്കാർ കൊട്ടിഘോഷിക്കുന്ന വികസന നേട്ടങ്ങളിലൊന്നാണ് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി. ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഭൂമി അനുവദിച്ച ജില്ലയായ കാസർഗോട്ട് ഇനിയും പട്ടയം ലഭിച്ച 100 കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഭൂമി അളന്നു നൽകിയിട്ടില്ല. പട്ടയത്തിൽ പറയുന്ന ഭൂമി മറ്റു പലരുടെയും കൈവശത്തിലാണെന്നും അവരെ ഒഴിപ്പിച്ച് ഭൂമി നൽകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നുമാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. കുമ്പള കോയിപ്പാടി വില്ലേജിൽ മാത്രം 10ലേറെ പേർ സർക്കാരിന്റെ വഞ്ചനയ്ക്കിരയായതായി CPIM കുമ്പള ലോക്കൽ സെക്രട്ടറി സുബൈർ ആരോപിച്ചു. ആ കൊടുത്ത പട്ടയത്തിൽ അവർക്ക് ഭൂമിയുടെ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോൾ അത് വേറെ ആളുകൾ കയ്യേറി എന്നൊക്കെയാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. യഥാർത്ഥത്തിൽ 100 കണക്കിന് ആളുകൾ ഇപ്പോഴും പട്ടയം ലഭിച്ചിട്ടും ഭൂമി ലഭിക്കാത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുജന സമരത്തിനും CPIM തീരുമാനിച്ചിട്ടുള്ളത്. PWD റോഡും തോടും വാസയോഗ്യമല്ലാത്ത കരിമ്പാറക്കൂട്ടങ്ങളും നേരത്തെ അളന്നു നൽകി പേരുദോഷം കേൾപ്പിച്ച പദ്ധതിയാണിത്. പട്ടയം അനുവദിച്ച ഭൂമി പോലും കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ. പട്ടയം നൽകി ആശ കൊടുത്ത സർക്കാർ കിടപ്പാടമില്ലാത്ത പാവങ്ങളെ വഞ്ചിച്ചതായുള്ള ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർക്കാർ ഉത്തരവിന്റെ മറവിൽ ടൂറിസ്റ്റ് വില്ലേജിലെ കുരുന്നുകൾ ഇടിച്ചു നിരത്തുന്ന സ്വകാര്യ കമ്പനിക്കെതിരെ നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്ത്. തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതിനെതിരെയാണ് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ സമരം തീർത്തത്. തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിതി കേന്ദ്ര വളപ്പിലെ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് പീപ്പിൾ TV വാർത്ത പുറത്തുവിട്ടത്. കഴക്കൂട്ടം ബൈപ്പാസ് നിർമ്മാണത്തിനെന്ന വ്യാജേന സർക്കാർ ഉത്തരവിന്റെ മറവിൽ ടൺ കണക്കിന് മണ്ണാണ് കരാർ ലഭിച്ച സ്വകാര്യ കമ്പനി ഇവിടെ നിന്നും കടത്തി വന്നത്. ഇത് ചോദ്യം ചെയ്ത പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. സ്വകാര്യ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ദിവസവും ടൺ കണക്കിന് മണ്ണിടിച്ചു കൊണ്ടുപോയിട്ടും ജില്ലാ കളക്ടർ മൗനം പാലിച്ചുവെന്നും പരിസരവാസികളുടെ പരാതിയുണ്ട്. അതേസമയം മണ്ണിടിക്കൽ നിർബാധം തുടരുന്ന സാഹചര്യത്തിലാണ് LDF കഴക്കൂട്ടം മണ്ഡലം കമ്മിറ്റി നാട്ടുകാരുമൊപ്പം പ്രതിരോധ സമരം നടത്തിയത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, ആർക്കിടെക്ട് ശങ്കർ എന്നിവർ സമരത്തിൽ അഭിവാദ്യമർപ്പിച്ചു. കുന്നിടിക്കുന്നവർക്കെതിരെ അന്വേഷണം നടത്തി പൊതുജനമധ്യത്തിൽ അവരെ കൊണ്ടുവരണമെന്ന് MA ബേബി ആവശ്യപ്പെട്ടു. ഇത് പരിശോധിച്ച് ഈ തെറ്റുകുറ്റങ്ങൾക്ക് ഉത്തരവാദികളായവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി അവരെ സമൂഹമധ്യത്തിൽ തുറന്നു കാണിക്കണം. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രതിരോധ സമരം ഉദ്ഘാടനം ചെയ്തു. അനധികൃത കുന്നിടിച്ചു നിരത്തൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
വയനാട്ടിൽ 20% ബോണസ് ആവശ്യപ്പെട്ട ഹാരിസൺസ് മലയാളം പ്ലാന്റേഷനിൽ ഉപരോധ സമരം നടത്തുന്ന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തോട്ടങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ ഉപരോധ സമരം തുടരാനാണ് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ CITUവിന്റെ തീരുമാനം. 20% ബോണസ് ആവശ്യപ്പെട്ട് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ അരപ്പറ്റ, സെന്റിനൽ റോക്ക്, ചുണ്ടേൽ, അച്ചൂർ ഡിവിഷനുകളിലാണ് തൊഴിലാളികൾ ഉപരോധ സമരം നടത്തുന്നത്. തോട്ടങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്നുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിൽ നിന്ന് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതെന്ന് വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ ഭാരവാഹി P. ഗഗാറിൻ പറയുന്നു. ഈ സമരം ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല, ഒരു തരത്തിലും പുറകോട്ട് പോകുന്നില്ല. ഈ ആഴ്ച പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ തോട്ടം എസ്റ്റേറ്റിൽ തൊഴിലാളികളെ കയറ്റുന്നത് ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് പോകും. ഭൂമിയിൽ കയറ്റി അവകാശം സ്ഥാപിക്കുന്ന സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നുള്ളതിൽ ഒരു സംശയമില്ല. മര്യാദക്ക് തീർത്തിട്ടില്ലെങ്കിൽ ആ നിലക്കുള്ള സമരത്തിലേക്ക് തന്നെ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച തൊഴിലാളികളെ പിന്നീട് വിട്ടയച്ചു. ബോണസ് ലഭിക്കുന്നതുവരെ ഉപരോധ സമരം തുടരാനാണ് തൊഴിലാളികളുടെ തീരുമാനം. അച്ചൂർ എസ്റ്റേറ്റിൽ നടത്തുന്ന ഉപരോധ സമരം പോലീസ് ഇടപെട്ട് ഫാക്ടറി മതിൽക്കെട്ടിന് പുറത്തേക്ക് മാറ്റി. ചുണ്ടേൽ, അരിപ്പറ്റ എന്നിവിടങ്ങളിൽ കാര്യമായ പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതേസമയം ഹാരിസൺ കമ്പനിയുമായി തൊഴിലാളി സംഘടനകൾ ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലരി എന്ന ന്യൂസിലൻഡുകാരനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാകില്ല. എന്നാൽ 3 തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ഇന്ത്യയുടെ അഭിമാനമാവുകയാണ് കണ്ണൂർ സ്വദേശി ഉണ്ണിക്കണ്ണൻ. 4ാം തവണ എവറസ്റ്റ് കീഴടക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ കരസേനയിലെ അഭിമാന താരമായ ഈ മലയാളി. ചിലർ ഇങ്ങനെയാണ് പോരാടാൻ വേണ്ടി മാത്രം ജനിച്ചവർ. സമുദ്രനിരപ്പിൽ നിന്ന് 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയിൽ ഇന്ത്യൻ കരസേനയുടെ പ്രത്യേക സംഘം 3 തവണ ദേശീയ പതാക പാറിച്ചു. മുന്നിൽ നിന്ന് നയിക്കാൻ 3 തവണയും ഒരു മലയാളി ഉണ്ടായിരുന്നു. കണ്ണൂർ സ്വദേശിയായ ഉണ്ണിക്കണ്ണനാണ് കരസേനയിലെ ഈ അഭിമാന താരം. ഇപ്പോൾ 8000 മീറ്ററിന് മേലെ പോകുന്ന ഓക്സിജൻ വളരെ കുറവാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഓക്സിജൻ എടുത്തിട്ടാണ് നമ്മൾ ക്ലൈംബ് ചെയ്യുന്നത്. പൊതുവേ ആർട്ടിഫിഷ്യൽ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് അത്രയും ഊർജം കിട്ടുകയില്ല. 4-1 ജീവവായു പോലും ലഭിക്കാത്ത പാതയിൽ ഇന്ത്യൻ ആർമിയുടെ കൃത്യമായ പരിശീലനത്തിലൂടെയാണ് നേരിടാനായത്. 3ാമത്തെ സാഹസിക യാത്രക്കിടയിലാണ് നേപ്പാൾ ഭൂമികുലുക്കമുണ്ടായത്. മഞ്ഞുപലകൾ കൂട്ടത്തോടെ ആഞ്ഞടിച്ചു. സഹയാത്രികരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. മൃതശരീരങ്ങൾ കൺമുന്നിൽ കണിയൊരുക്കി. മനസ്സിൽ സൈന്യം പകർന്നു നൽകിയ ആത്മവിശ്വാസം പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാൻ സഹായിച്ചെന്നും ഉണ്ണിക്കണ്ണൻ പറയുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന ടെൻറ്റുകളും എല്ലാം ചെതറിപ്പോയായിരുന്നു അവലാഞ്ച് കൊണ്ട്. പിന്നെ അവിടെ എത്തി സിറ്റുവേഷൻ നോക്കുമ്പോൾ കുറഞ്ഞ ഒരു 19 പേര് അവിടെ കാഷ്വാലിറ്റി ആയിട്ട് മരിച്ചു പോയായിരുന്നു. വീണ്ടും 4ാമത്തെ സാഹസിക യാത്രയ്ക്കൊരുങ്ങുകയാണ് ഈ അഭിമാന പോരാളി. മാർച്ച് 28-ന് ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര ആരംഭിക്കും. ചരിത്രത്തിന്റെ ഭാഗമായിട്ടും രാജ്യത്തിന്റെ പോരാളിയാകാൻ കഴിഞ്ഞതിന്റെ നിർവൃതിയിലാണ് ഈ മലയാളി സൈനികൻ. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും. വൈകിട്ട് 6-ന് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കൈരളി പീപ്പിൾ TV ഇത് 2ാം തവണയാണ് ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേരള സർവകലാശാല മുൻ VCയും ന്യൂറോ സർജനുമായ ഡോക്ടർ B. ഇക്ബാൽ, ജനകീയാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ V. രാമൻകുട്ടി, സൈക്കോളജിസ്റ്റ് T. പാർവതി എന്നിവരടങ്ങുന്ന വിധി നിർണയ സമിതി ജനകീയ നാമനിർദ്ദേശത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. സർക്കാർ സർവീസിൽ നിന്നും പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് കാസർഗോഡ് എത്തടുക്ക സ്വദേശി ഡോക്ടർ YS മോഹൻകുമാർ, സ്വകാര്യ മേഖലയിൽ നിന്ന് കോഴിക്കോട് സ്വദേശിനി ഡോക്ടർ PA ലളിത എന്നിവരാണ് അവാർഡിന് അർഹരായത്. വൈകിട്ട് 6-ന് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ പത്മശ്രീ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ബിലീവേഴ്സ് ചർച്ച് മെത്രോപൊലീത്ത ഡോക്ടർ KP യോഹന്നാൻ, മാത്യു T. തോമസ് MLA, തിരുവല്ല നഗരസഭാ ചെയർമാൻ KV വർഗീസ്, IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജയകൃഷ്ണൻ, കൈരളി TV MD ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. കൈരളി TV മികച്ച കർഷകർക്കായി ഏർപ്പെടുത്തിയ കദർ അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടിയാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കൃഷി ഒരു വികാരമായി കൊണ്ടു നടക്കേണ്ട കാലമാണിതെന്ന്
മമ്മൂട്ടി ഓർമ്മിപ്പിച്ചു. പ്രൗഢഗംഭീരമായ വേദിയെയും സദസ്സിനെയും സാക്ഷിയാക്കിയാണ് പ്രഥമ കതിർ അവാർഡുകൾ വിതരണം ചെയ്തത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയിൽ നിന്നും പുരസ്കാര ജേതാക്കൾ അവാർഡുകൾ ഏറ്റുവാങ്ങി. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ജോസഫ് പള്ളനും, മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് രജനി ജയദേവും, മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള അവാർഡ് PT ആന്റണിയും ഏറ്റുവാങ്ങി. IT കമ്പനികൾ നൽകുന്നതിനേക്കാൾ തൊഴിലവസരങ്ങൾ കൃഷിയിടങ്ങൾ നൽകുമെന്ന് പുരസ്കാരദാനം നിർവഹിച്ച് പത്മശ്രീ ഭരത് മമ്മൂട്ടി പറഞ്ഞു. കൃഷി ഒരു വികാരമായി കൊണ്ടു നടക്കേണ്ട കാലമാണിതെന്നും മമ്മൂട്ടി പറഞ്ഞു. മനുഷ്യന് ചെയ്യാവുന്ന ജോലി നമുക്ക് ഹ്യൂമൻ പവർ വെച്ച് ചെയ്യാവുന്ന ജോലി കൂടുതലും ഈ കൃഷി പാടത്താണ്. അപ്പോൾ കൃഷി നമുക്ക് ഒരു വികാരമായിട്ട് തിരിച്ചു വരേണ്ടിയിരുന്നു. കൃഷിക്കാരൻ എന്ന് പറയുന്ന ഒരു അഭിമാനമായിട്ട് കാണുന്ന ഒരു കാലം വരണം. ചലച്ചിത്ര താരവും പൊക്കാളി കർഷകനുമായ സലീം കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. തന്റെ കൃഷി അനുഭവങ്ങൾ വിവരിച്ച് സലീം കുമാർ സദസ്സിനെ കയ്യിലെടുത്തു. ജൈവ വള സംരക്ഷണങ്ങളൊക്കെ ജൈവവളം കൃഷി രീതിയിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പൊക്കാളി എന്ന് പറയുന്ന നെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല. തനി പ്രകൃതി നേരിട്ട് ഇടപെടുന്ന ഒരു കൃഷി രീതിയാണ് പൊക്കാളി. നിങ്ങൾ തീർച്ചയായിട്ടും പൊക്കാളി എന്ന കൃഷിയെ സ്നേഹിക്കേണ്ടതുണ്ട്. കൃഷിയിൽ നിന്നും മലയാളി അകലുന്നു എന്ന സന്ദേഹമാണ് കതിർ അവാർഡ് എന്ന ചിന്തയ്ക്ക് പിന്നിലെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസ് MD ജോൺ ബിട്ടാസ് പറഞ്ഞു. പക്ഷേ ആ കൃഷിയിൽ നിന്ന് മലയാളി അല്ലെങ്കിൽ നമ്മൾ അകന്നു തുടങ്ങിയോ എന്നുള്ള ഒരു സന്ദേഹം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങളും അതുപോലുള്ള മറ്റു മാധ്യമങ്ങളും ഇത്തരമൊരു ദൗത്യവുമായിട്ട് ഈ ഒരു അവാർഡ് പരിപാടിയിൽ ഭാഗവാക്കാകാൻ തീരുമാനിച്ചത്. മുൻ MP P രാജീവ്, മേയർ സൗമിനി ജെയിൻ, ജൂറി അംഗങ്ങളായ ഡോക്ടർ KR വിശ്വംഭരൻ, ഡോക്ടർ P അഹമ്മദ്, P സിദ്ധാർത്ഥ മേനോൻ, ഡയറക്ടർമാരായ TR അജയൻ, CK കരുണാകരൻ, MM മോനായി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അടുത്തിടെ അന്തരിച്ച ചലച്ചിത്ര താരം കലാഭവൻ മണിക്ക് ചടങ്ങ് ആദരാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ CPIM ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. CPIM പ്രവർത്തകരെ BJPക്കാർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. തിരുവനന്തപുരം ജില്ലയിൽ BJPയും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, CPIMന്റെ ഹർത്താൽ അവിടെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ BJPയുടെ ഹർത്താലും. സൗമ്യ, കഴിഞ്ഞ ദിവസം കാട്ടായിക്കോണത്ത് CPM പ്രവർത്തകർക്ക് നേരെ BJP നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ രാവിലെ 6 മുതൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ CPIMന്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആരംഭിച്ചിട്ടുള്ളത്. ഹർത്താൽ പുരോഗമിക്കുകയാണ്. കടകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. അതേസമയം SSLC ഉൾപ്പെടെയുള്ള പരീക്ഷകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തെയും ഹർത്താൽ ബാധിച്ചിട്ടില്ല. ഇന്നലെ പ്രധാനമായും കാട്ടായിക്കോണത്ത് മാസ്റ്റർ പ്ലാൻ, തിരുവനന്തപുരം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CPIM പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇതിനുശേഷം കാട്ടായിക്കോണത്ത് തിരിച്ചെത്തിയ പ്രവർത്തകർക്ക് നേരെയാണ് BJP പ്രവർത്തകർ അക്രമം നടത്തിയത്. ഇതിൽ 15ഓളം CPIM പ്രവർത്തകർക്ക് പരിക്കേറ്റ് ഈ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. എന്നാൽ ഈ BJPയുടെ ഈ അക്രമത്തിന് മറിയിടാനായി BJPയും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താൽ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിലും അതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. വാഹന ഗതാഗതത്തെ ഹർത്താൽ ബാധിച്ചിട്ടില്ല. ഈ പ്രത്യേകിച്ചും കാട്ടായിക്കോണത്ത് CPM നേരത്തെ തന്നെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിനെതിരെ ഈ അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ മാസ്റ്റർ പ്ലാൻ ആദ്യം മരവിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ സർക്കാരിന്റെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത് CPM ആണ് ഇത്തരത്തിൽ നഗരസഭയാണ് ഇതിന് പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള BJPയുടെ ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ BJPയുടെ ഭാഗത്തു നിന്നും അക്രമങ്ങളും ഉണ്ടാകുന്നത് എന്നാണ്. അക്രമങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർക്ക് നേരെ BJP ഈ രീതിയിൽ അക്രമം അഴിച്ചുവിട്ടത്. ഏതായാലും ഹർത്താൽ നിലവിൽ പുരോഗമിക്കുകയാണ്, സമാധാനപരമായി പുരോഗമിക്കുകയാണ്. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.